ഈ തബ്നയിൽ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാകും. കാരണം സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ എന്തിനാണ് കേരളത്തിൽ ജമാഅത്തും RSSും ഒക്കെ ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും. ആ സംശയവും ടോപ്പിക്കും ഒക്കെ കൃത്യമായി വാലിഡ് ആണ് എന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ വിശദീകരണവും ഞാൻ തരാം. പക്ഷേ അങ്ങനെ വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മളൊരു മെമ്പർഷിപ്പ് സ്കീം കൊടുത്തിട്ടുണ്ട്. അത് സബ്സ്ക്രിപ്ഷൻ ബട്ടണിന് തൊട്ട് സൈഡിൽ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലെവൽ 1ൽ 179 രൂപയാണ്, ലെവൽ 2ൽ 359 രൂപയാണ്, ലെവൽ 3ൽ 700 രൂപയാണ്. അത് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രത്യേകമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം ഏതാനും വീഡിയോകൾ ചിലപ്പോൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടാതെ ഇതൊന്നുമല്ല, നമ്മളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഒരൊറ്റ തവണത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യവും ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. ഇനി ഈ വിഷയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാരല്ലേ വലിയ പ്രക്ഷോഭം നടത്തേണ്ടത്. പക്ഷേ എന്തിനാണ് ഈ പറയുന്ന ജമാഅത്ത് RSS പ്രക്ഷോഭം നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ തന്നെ അവരേതാണ്ട് പകുതി വിജയിച്ചിരിക്കുകയാണ്. കാരണം കോൺഗ്രസും അതുപോലെ UDFും എന്ന് പറയുന്ന മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ അവർക്ക് ഈ രണ്ടു പേർക്കും, ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ സംഘപരിവാറിനും ഒക്കെ ഇവിടെ വളരാൻ കഴിയുന്ന വളക്കൂറുള്ള മണ്ണായി ഇത് മാറും എന്ന് പറയുന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതിൽ BJPയുടെയും RSSൻ്റെയൊക്കെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ അധികാരം പിടിക്കുന്നത്, ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല, അധികാരം പിടിക്കുന്നത് അവർക്ക് എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്ന ആളുകളെ, അവർക്ക് വിഭജിക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ അധികാരത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ സംഘപരിവാറിനെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ആളുകൾ അധികാരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം അല്ലെങ്കിൽ സമുദായ പ്രീണനം നടക്കുന്നുവെന്നും മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടക്കാനും, ഇപ്പോൾ പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള ആളുകൾ മുസ്ലിം ഹിന്ദു MLA മാർ കുറയുകയാണ് കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് UDFിനകത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടത്താനും, ഇതിനേക്കാൾ തീവ്രമായിട്ടുള്ള പല പ്രചരണങ്ങൾക്കും ഒക്കെ തന്നെ വലിയ ആവേശം കിട്ടും, അല്ലെങ്കിൽ വലിയ തോതിലുള്ള സ്വീകാര്യത കിട്ടും. അങ്ങനെ സ്വീകാര്യത കിട്ടിയാൽ ഇപ്പോൾ അവശേഷിക്കുന്ന CPMൻ്റെ അകത്ത് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളുടെ വോട്ടുകൾ കൂടി ഇതുപോലെ പോളറൈസ് ചെയ്യാം എന്ന് അവർ വിചാരിക്കുന്നതുകൊണ്ടാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ളൊരു ശക്തി അപ്പുറത്തെ സൈഡിൽ വളർന്നു വരുമ്പോൾ തങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് പോലും 1% പേരുടെ പിന്തുണ പോലും ഇല്ലെന്നറിയാം. അപ്പോൾ ആ പിന്തുണ കൂടി കുറച്ചുകൂടി കൂട്ടാനും, തങ്ങളുടെ വെൽഫെയർ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാനും, കുറച്ചുകൂടി ആളുകൾ ഇതിനോട് അഡിക്റ്റ് ആകാനും ഒക്കെയുള്ള സാഹചര്യം മീഡിയ വണ്ണിലും അതുപോലെ മാധ്യമ പത്രത്തിലും ഒക്കെ ഉണ്ട്. കൂടാതെ അവരുടെ സംഘടനയും വളരും എന്നുള്ളത് കൂടിയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഈ പറയുന്ന സ്തോഭജനകമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും. ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് അടക്കം, അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ വൺ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുകയും ഇൻഡയറക്റ്റായി അവരെല്ലാവരും തന്നെ ഈ പ്രക്ഷോഭങ്ങളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളൊക്കെ തന്നെ ഈ പരിപാടികൾക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ VD സതീശൻ ഡൽഹിയിൽ ചെന്നപ്പോൾ, ആ ഡൽഹിയിൽ നമുക്കറിയാം VD സതീശന് വലിയ സ്വീകരണം ഒരുക്കുന്നു. ആ സ്വീകരണം ഒരുക്കിയത് MSFകാരായിട്ടുള്ള ആളുകളാണെന്നും, കൂടാതെ അതിൽ ഞങ്ങൾക്ക് NSUIക്ക് യാതൊരുവിധ പങ്കില്ലാന്നും പറയുന്ന ബൈറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, വളരെ ഈ പറഞ്ഞ പോലെ നിർദോഷമായി ജീവിച്ചു പോകുന്ന സണ്ണി ജോസഫിനെ പോലെയുള്ള KPCC പ്രസിഡന്റിനെയൊക്കെ തന്നെ ആളുകൾ കൂവുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു പക്ഷത്തേക്ക് ഇത്തരത്തിലുള്ള സംഘടനകൾ VD സതീശനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലും ഇനി മറ്റാരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. നിഷാദ് റാവുത്തറും അജീംസും ഒക്കെ കൂടി നയിക്കുന്ന പരിപാടിയിൽ തന്നെ വിജയം റാഞ്ചരുത് എന്നാണ് KCയോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ റാഞ്ചിയാൽ ഇവരൊക്കെ തന്നെ പ്രക്ഷോഭം നയിക്കുന്ന സ്ഥിതിയിലേക്ക് കൂടി എത്തുമോ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരൊന്നും നേരിട്ട് വരില്ല, പകരം പുറകിൽ നിന്ന് കൈയടിച്ച് ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇതുപോലെയുള്ള ഒരു പ്രക്ഷോഭം നടത്താൻ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ ഇതിന് മറ്റു ചില ആളുകൾ കൂടിയുണ്ട്. ഒരു ഇടതുപക്ഷ, അതായത് ബ്രോഡർ ലെഫ്റ്റിൽ നിൽക്കുന്ന ബുദ്ധിജീവികൾ എന്ന് പറയുന്ന നമ്മുടെ ജോയ് മാത്യു അടക്കമുള്ള, ജയശങ്കർ അടക്കമുള്ള ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ കൂടി ഇത്തരത്തിൽ എന്തോ ഒരു വലിയ KC വേണുഗോപാൽ ഒന്ന് തീരുമാനിച്ചു നോക്കട്ടെ, കേരളം മുഴുവൻ ഇളകി മറിയും എന്ന് പറയുന്ന പ്രസ്താവനകളൊക്കെ നടത്തുന്നത് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ അത്തരത്തിലുള്ളൊരു താല്പര്യമോ അത്തരത്തിലുള്ളൊരു കാര്യം സംഘടിപ്പിക്കാനോ ഒക്കെ ഉള്ള താല്പര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മറന്നു പോകരുത്.
അതുകൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് കഴിയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ കേരളം മുഴുവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, അതൊന്നും തന്നെ നിഷ്കളങ്കമായി സ്നേഹവും കൊണ്ട് ആളുകൾ സംഘടിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്നതല്ല. പകരം അതെല്ലാം തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നേപ്പാളിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നതല്ല. അതിൻ്റെ പുറകിൽ വളരെ വിശദമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകാനും ആ സംഭവങ്ങളെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ടുള്ള വലിയ റിപ്പോർട്ടിംഗ് ആക്കി മാറ്റാനും ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ശ്രമിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു വെക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയായിട്ട് ഈ പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില നാടകങ്ങൾ കൂടി നമ്മുടെ കേരളത്തിൽ കാണേണ്ടി വരും. ആ നാടകം നടത്തുകയും ഏറ്റവും ഒടുവിൽ ആർക്ക് വേണ്ടിയിട്ടാണോ അവർ തെരുവിലിറങ്ങുന്നത് ആ നേതാവ് വന്ന് ശാന്തരാകുവിൻ എന്ന് ആരാധകരെ എന്ന് പറയുന്ന ഡയലോഗുമൊക്കെ നമുക്ക് കേൾക്കാം. ഇത്തരത്തിലുള്ള ചില കോമഡികളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിരസമായി പോയേനെ. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇടതുപക്ഷം തോറ്റത് നന്നായി. ഇവർ ജയിച്ചതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കോമഡിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി മന്ത്രിമാരെ തീരുമാനിക്കാൻ ഉള്ള സമയത്ത് കൂട്ടിയിഴി നടക്കുന്നതും കൂടി കണ്ടാൽ നമുക്ക് വലിയ ഫൈറ്റ് സീനുകളും കോമഡിയും അതുപോലെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് അതിനെല്ലാവരും തയ്യാറെടുക്കുക.